Hi, welcome back to learners. So SSLC കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലൈവ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ലൈവിലൂടെ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് പോകും. ആദ്യത്തെ ഒരു 3-4 പേജിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു ലൈവിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആരെങ്കിലും ഉണ്ടോ ലൈവിൽ? യെസ്, നോക്കട്ടെ. SSLC എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയല്ലോ അല്ലെ? ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഓർഗാനിക് കെമിസ്ട്രി ആണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ലാസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി കുറച്ച് ബേസിക്സ് ഒക്കെ പഠിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് അങ്ങനെയുള്ള വേർഡ് റൂട്ട്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺ എന്താണെന്നുള്ളത് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ കുറച്ചും കൂടി കുറച്ചും കൂടി ഡെവലപ്ഡ് വെർഷൻ ആണ് ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് SSLC കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി അല്ലെ? ഓർഗാനിക് കെമിസ്ട്രി ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ ബുക്കിലൊക്കെ ഓർഗാനിക് കെമിസ്ട്രി ലാസ്റ്റത്തെ ചാപ്റ്ററുകളായിട്ടാണ് കൊടുത്തിരുന്നത്. അതായത് ലാസ്റ്റത്തെ ആ ഒരു റിവിഷൻ ടൈമിലൊക്കെയാണ് നമ്മൾ ഓടിച്ചിട്ടായിരുന്നു ആ ചാപ്റ്ററുകളൊക്കെ പഠിച്ചിരുന്നത്. പക്ഷെ ഈ വർഷം മുതൽ നിങ്ങൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യുന്നു? ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നു. അത് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? കൂടുതൽ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ SSLCയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്കാണ്. കാരണം നിങ്ങൾക്ക് കൂടുതൽ ഡെവലപ്ഡ് കണ്ടന്റുകളാണ് ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക്, അതായത് പുതുക്കിയ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ലൈവില് 2 പേര് ഞാൻ കാണുന്നുണ്ട്, 3 പേരെ കാണുന്നുണ്ട്. ആരാണത്? പേര് കമന്റ് ചെയ്യാവോ? അപ്പൊ മാക്സിമം ഞാൻ നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കാനായിട്ട് ശ്രമിക്കും. ഇതെന്റെ ഫസ്റ്റ് ലൈവ് ആണ്. അപ്പൊ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ലൈവ് ആണ്. നമ്മൾ ഇനി ലൈവുകൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് വരും. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? യെസ്, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് നോക്കണേ. യെസ്, സമയം 7 മണി. ആരെങ്കിലും ഉണ്ടോ ലൈവിൽ? അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. ഐസോമറിസം നമ്മൾ ലാസ്റ്റത്തെ പാർട്ടിലായിരിക്കും പറയുന്നുണ്ടാവുക. ഇന്ന് നമ്മൾ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കാർബൺ കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? കാർബണിന്റെ സംയുക്തങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രോ കാർബണുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു ഹൈഡ്രോ കാർബൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, എന്താണ് ഹൈഡ്രോ കാർബൺ? ഹൈഡ്രോ കാർബൺ ശ്രദ്ധിക്കണേ നിങ്ങൾ, അതായത് ഹൈഡ്രോ കാർബൺ. ഈ ഹൈഡ്രോ കാർബൺ എന്ന വാക്കിൽ തന്നെ നിങ്ങൾക്കറിയാം ഹൈഡ്രജനും ഉണ്ട്, അതുപോലെ കാർബണും ഉണ്ട്, ശരിയല്ലടാ? ഹൈഡ്രജനും ഉണ്ട്, എന്തുണ്ട്? കാർബണും ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹൈഡ്രോ കാർബൺ എന്ന് പറയുക. റെഡി? അപ്പൊ ഈ ഹൈഡ്രോ കാർബണുകളെ അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളെ നെയിമിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിക് കാര്യം. ഓക്കെ, ഈ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ നെയിമിംഗ് ആണ്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ എഴുതിയെടുക്കണം. ഒരു നോട്ട്ബുക്ക് വെച്ച് നിങ്ങൾ ഈ ലൈവ് കാണണം. ഒരിക്കലും നിങ്ങൾ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് കാണരുത്. ഒരു നോട്ട്ബുക്കും പേനയും എടുത്ത് കൃത്യമായിട്ട് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. C1, അതായത് ഒരു കാർബൺ ആണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എന്താണ്? മെത്താണ്, മെത്ത്. 2 ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെന്റ്. ഓക്കെ, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെക്ടർ,
8 ആണെങ്കിൽ ഒക്ട്. 9 കാർബൺ ആണുള്ളതെങ്കിൽ നമ്മൾ എന്താണ് പറയുക? നൺ. ഇനി 10 കാർബൺ വന്നാലോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് 10 കാർബൺ വന്നാൽ വേർഡ് റൂട്ട് എന്തായിരുന്നു? 9 നിങ്ങൾ പഠിച്ചതാണ്. യെസ്, C10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെക്കാണ്. ഓക്കെ, ഈ ഒരു ബേസിക് കാര്യം നിങ്ങളുടെ നോട്ട്ബുക്കിലെ ഫസ്റ്റ് പേജിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോ C1 2 3 4 5 6 7 8 9 10 ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ആക്കിയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ അത് എഴുതിയെടുത്തു വിചാരിക്കുന്നു. എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് സമയം തരാം, കൃത്യമായിട്ട് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. 10 കാർബൺ വന്നാൽ ഡെക്ക് എന്നാണ് നമ്മൾ വേർഡ് റൂട്ട് പറയാ. 5 ആണെങ്കിലോ പെന്റ് എന്നാണ് പറയാ. 6 ആണെങ്കിലോ ഹെക്സ്. 7 ആണെങ്കിലോ ഹെപ്റ്റ്. 9 ആണെങ്കിലോ നൺ. 8 ആണെങ്കിലോ ഒക്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഏത് സമയത്ത് ചോദിച്ചാലും ഈ വേർഡ് റൂട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവാണ്. ടെക്സ്റ്റ് ബുക്കില് നിങ്ങൾക്ക് കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ? കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സും അതിൻ്റെതായ കുറച്ച് എന്തും ചോദിച്ചിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. റെഡി? അപ്പൊ ഞാൻ ഈ ഓർഗാനിക് കോമ്പൗണ്ട് എഴുതുകയാണെ, ശ്രദ്ധിക്കണം നിങ്ങൾ. CH3 CH2 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 CH3 ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് നൽകിയിരിക്കുന്ന ഹൈഡ്രോകാർബൺ 1. ഓക്കെ, ഇതിന്റെ എത്ര കാർബൺ ഉണ്ടെന്നാണ് ചോദ്യം. പേജ് നിങ്ങൾ മറിച്ചാൽ അറിയാം. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദേർ ഇൻ ദ ചെയിൻ? ഈ ഒരു ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? സിമ്പിൾ ആണ്. 1 2 3 4 5. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ 5 കാർബൺ ആറ്റംസ്. ഓക്കെ, 5 കാർബൺ ആറ്റംസ്. ഇനി വാട്ട് ഈസ് ദ വേർഡ് റൂട്ട് ഓഫ് ദ കാർബൺ ചെയിൻ? നിങ്ങൾ വേഗം പറഞ്ഞേ. 5 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് നമ്മൾ എന്താ പഠിച്ചേ? പെന്റ്. ഓക്കെ, അപ്പൊ 5 കാർബൺ ആണെങ്കിൽ നമ്മൾ വേർഡ് റൂട്ട് പഠിച്ചു. എന്താണ്? പെന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ IUPAC നെയിം അല്ലെങ്കിൽ IUPAC നെയിം ആണ് ചോദ്യം. IUPAC നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 9ൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? വേർഡ് റൂട്ട് അല്ലെ? വേർഡ് റൂട്ട് പ്ലസ് 8 എന്ന് ചേർക്കാം. ബിക്കോസ് ഇതൊരു സിംഗിൾ ബോണ്ടഡ് കാർബൺസ് ആണ്. അതുകൊണ്ട് നമ്മൾ ആൽക്കൈൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ 8 എന്ന് ചേർക്കും. വേർഡ് റൂട്ട് നമുക്ക് കിട്ടി പെന്റ് എന്ന്. ഓക്കെ, പെന്റ് പ്ലസ് 8. ഓക്കെ, അപ്പൊ പെന്റ് പ്ലസ് 8 എന്ന് പറയുന്നത് നമുക്ക് അറിയാം പെന്റെയിൻ ആണ് അല്ലെ? അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ പേര് കിട്ടി, ഈ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേര് കിട്ടി പെന്റെയിൻ. റെഡി? പെന്റെയിൻ നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? യെസ്, റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേര് കിട്ടി പെന്റെയിൻ. അപ്പൊ നിങ്ങൾ മൂന്നാമത്തെ ആ ഒരു പോയിന്റ് എഴുതണം, പെന്റെയിൻ എന്ന് എഴുതി വെക്കാം. റെഡി? യെസ്, ദിസ് ഈസ് ഓൾ അബൌട്ട് ഹൈഡ്രോകാർബൺ 1. ആൻഡ് വെൻ വി ആർ മൂവിംഗ് ടു ഹൈഡ്രോകാർബൺ 2, രണ്ടാമത്തെ ഹൈഡ്രോകാർബണിലേക്ക് പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കണം നിങ്ങൾ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും വെച്ചിരിക്കുക. അതിൽ കൃത്യമായിട്ട് ഓർഗാനിക് കോമ്പൗണ്ട് എഴുതുക. അതുപോലെ തന്നെ എന്തും ചെയ്യുക, ഈ ചോദ്യങ്ങളൊക്കെ തന്നെ അറ്റൻഡ് ചെയ്തിട്ട് പോവുക. ഓക്കെ, റൈറ്റ്. രണ്ടാമത്തെ ഹൈഡ്രോകാർബൺ ഇതാണ്. CH3 CH2 CH3. പലരും ഉണ്ടാവും ഈ CH3 CH2 CH3. അയ്യോ സാറേ പേടിയാവുന്നു.
എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പേടിക്കാനൊന്നുമില്ല, സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ CH3. അപ്പൊ ഈ ഒരു സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? നിങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് തുറന്നൊന്ന് വായിച്ചു നോക്കിയേ. വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദീസ് ടു ഹൈഡ്രോകാർബൺ? ഈ രണ്ട് ഹൈഡ്രോകാർബണിന്റെയും മോളിക്കുലാർ ഫോർമുല നേരത്തെ നമ്മൾ കണ്ടു, പെന്റെയിൻ ആണ്, അതിന്റെ മോളിക്കുലാർ ഫോർമുല C5H12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല നിങ്ങൾ നോക്കിയേ. C കാർബൺ എത്ര എണ്ണുണ്ട്? നിങ്ങൾ തന്നെ പറഞ്ഞേ, കാർബൺ എത്ര എണ്ണുണ്ട്? 1 2 3 4 5 5 കാർബൺ. ഓക്കെ, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 6 9 10 12 അല്ലെ? H12, C5H12. നേരത്തെ നമ്മൾ കണ്ട പെന്റെയിൻ, ഓക്കെ, നേരത്തെ നമ്മൾ കണ്ട പെന്റെയിൻ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കണം നിങ്ങൾ. CH3 CH2 CH2 CH3. നേരത്തെ നമ്മൾ എടുക്കുന്ന പെന്റെയിൻ നോക്കിക്കഴിഞ്ഞാലും ഇവിടെയും നമുക്ക് മോളിക്കുലാർ ഫോർമുല എന്ത് തന്നെയാണ് കിട്ടുക? C5H12. സംശയം ഉണ്ടോ? സംശയം നോക്കിക്കോ. C5 1 2 3 4 5 5 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 12 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? 3 3 6 6 2 8 8 2 10 12. ഓക്കെ, അപ്പൊ C5H12. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഇത് കാഴ്ചക്ക് രണ്ടെണ്ണം വ്യത്യാസമുണ്ട്, ശരിയല്ലേ? ഈ രണ്ട് ഹൈഡ്രോകാർബണും കാഴ്ചക്ക് വ്യത്യാസമുണ്ട്, പക്ഷേ അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. എന്താ ഞാൻ പറഞ്ഞേ? ഇവരെ രണ്ടുപേരും കാണുമ്പോൾ വ്യത്യാസമുണ്ട്, പക്ഷെ അവരുടെ മോളിക്കുലാർ ഫോർമുല എന്താണ്? സെയിം ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവരുടെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഇവരുടെ എന്ത് സെയിം ആണ്? മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. റെഡി? ഈ ഒരു കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇത് നമ്മൾ ഐസോമർസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. റെഡി? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ. യെസ്, അപ്പൊ അത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, നമുക്ക് നോമൻക്ലേച്ചർ ആണ് പഠിക്കാനുള്ളത് അല്ലെ? ഇതിന്റെ നാമകരണമാണ് പഠിക്കാനുള്ളത്. അപ്പൊ നാമകരണം പഠിക്കാനുള്ള ഓർഡർ റൂട്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നെയിം ചെയ്യേണ്ടത്? IUPACന്റെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം നമുക്ക് എങ്ങനെയാണ് ഈ ഓർഗാനിക് സംയുക്തങ്ങളെ നെയിം ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. പോയിന്റ് തുടങ്ങിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം SSLCക്ക് ഷുവർ ആയിട്ടും നെയിമിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, നെയിമിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ SSLCക്ക് ഷുവർ ആയിട്ടും നിങ്ങൾക്ക് കിട്ടും. സോ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് കോമ്പൗണ്ട് തന്നെ ഞാൻ എടുക്കുകയാണ്. CH3, യെസ്, CH, CH2, CH3. എല്ലാവർക്കും കാണുന്നില്ലേ ബോർഡ്? യെസ്, CH3 CH CH2 CH3. താഴേക്ക് എന്തുണ്ട്? CH3 ഉണ്ട്. ഓക്കെ, ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട്, ഹൈഡ്രോകാർബൺ ആണ്. അപ്പൊ ഈ ഹൈഡ്രോകാർബണെ നെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കണം. ഫസ്റ്റ് തിങ് യു ഹാവ് ടു നോട്ടീസ്, യെസ്, വാട്ട്? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ, ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ നോക്കുമ്പോ എനിക്ക് കാർബൺ ചെയിന്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ, കാർബൺ ചെയിന് എനിക്ക് ഇങ്ങനെ ഒരു ചെയിൻ എടുക്കാം അല്ലെ? ശ്രദ്ധിച്ചു നോക്കണേ നിങ്ങൾ. ഇങ്ങനെ ഒരു ചെയിൻ എടുക്കാം, അതുപോലെ ഇങ്ങനെ ഒരു ചെയിൻ എടുക്കാം. ശ്രദ്ധിക്കണം നിങ്ങൾ, വീഡിയോയിൽ നോക്കണേ. ഇങ്ങനെ ഒരു ചെയിൻ എടുക്കാം, ഇങ്ങനെ ഒരു ചെയിൻ എടുക്കാം, സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചെയിൻ എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ 7 എന്ന രീതിയിൽ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ 1 2 3 കാർബണാറ്റേ വരുന്നുള്ളൂ. ഏത് രീതിയില്? ഇങ്ങനെ എടുക്കുന്ന സമയത്ത് 3 കാർബണാറ്റേ ഉള്ളൂ. ഇനി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് 1 2 3 4 കാർബണാറ്റം വരുന്നുണ്ട്. ഇനി ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിലും 1 2 3 4 എത്ര കാർബണാറ്റം വരുന്നുണ്ട്? 4 കാർബണാറ്റം വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് റൂള് നിങ്ങൾ ആലോചിക്കുക, ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ സെലക്ട് ചെയ്യാം.
അപ്പൊ ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുമ്പോഴും 4 എണ്ണം, സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുമ്പോഴും നമുക്ക് 4 എണ്ണം തന്നെയാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഞാൻ എന്റെ പ്രിഫറൻസ് ഞാൻ എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് എടുക്കാറ്. ഓക്കെ, കാരണം നമുക്ക് നെയിം ചെയ്യാൻ എളുപ്പമാണ്, നമ്പർ ചെയ്യാൻ എളുപ്പമാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് നമ്പറിംഗ് പഠിക്കാനുണ്ട്. അപ്പൊ നമ്പർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെ ഒരു എന്ത് എടുത്തു ഞാൻ ശ്രദ്ധിക്കണം നിങ്ങൾ, ഇങ്ങനെ ഒരു എന്തെടുത്തു, മെയിൻ ചെയിൻ എടുത്തു. എന്തെടുത്തു? മെയിൻ ചെയിൻ എടുത്തു. റെഡി, മെയിൻ ചെയിൻ എടുത്തു. ദിസ് ഈസ് അവർ മെയിൻ ചെയിൻ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം, നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ എഴുതണേ CH3 CH2 CH CH2 CH3. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മെയിൻ ചെയിൻ നിങ്ങളൊന്ന് പറഞ്ഞേ, ഏതാ മെയിൻ ചെയിൻ വരിക? നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ, ഏതാ മെയിൻ ചെയിൻ വരിക? ഏതാ മെയിൻ ചെയിൻ വരിക? യെസ്, ഉറപ്പായിട്ടും ഏതാണ് വരിക? യെസ്, ഏതാണ് മെയിൻ ചെയിൻ വരിക? യെസ്, ഈ കാണുന്നതാണ് അല്ലേ? ശരിയല്ലേ? ഈ കാണുന്നതാണ്. എത്ര കാർബൺ ആറ്റം വരും? നിങ്ങൾ നോക്കിയിട്ട് പറയും 3 2 5 കാർബൺ ആറ്റം. എത്ര കാർബൺ ആറ്റം? 5 കാർബൺ ആറ്റം. ലൈവിൽ ആരും ഇല്ലാന്ന് തോന്നുന്നു, എങ്കിലും ഞാൻ പറഞ്ഞു പോവാണ്. 2 പേര് കാണുന്നുണ്ട്. യെസ്, നമ്മുടെ പഴയ 9ാം ക്ലാസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുക, കാരണം നിങ്ങൾക്ക് വേണ്ടി